നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായിട്ട് ഗ്ലാൻസ വാങ്ങിയ ഒരാളെ പരിചയപ്പെടാൻ ഇടയായി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടൊയോട്ടയുടെ വാഹനമാണ്, ടൊയോട്ടയുടെ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിർമ്മിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള പ്രചോദനം എന്ന് പറയുന്നത് ആ ഒരു മറുപടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീബാഡ്ജിങ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഷെയറിങ്. ഈ കാര്യത്തിൽ എന്താണ് ഇതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരു ബെനിഫിറ്റ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 8 വാഹന നിർമ്മാതാക്കൾ തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനവും ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന ഒരു വാഹനവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നെക്സോണിന് ഒരു ഇരട്ട സഹോദരൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ വെന്യൂവിന് അതുണ്ട്. കിയയുടെ സോണറ്റ് എന്ന് പറയുന്ന വാഹനത്തെ നമുക്ക് വെന്യൂവിൻ്റെ ഇരട്ട സഹോദരൻ എന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 8 കമ്പനികൾ ഇത്തരത്തിലൊരു കൊളാബറേഷനുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിയ, ഹ്യുണ്ടായി ഈ 2 കമ്പനികൾ തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്. നിസാനും റെനോയും തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്. അതുമാത്രമല്ല മാരുതി സുസുക്കിയും ടൊയോട്ട കിർലോസ്കർ തമ്മിലും ഒരു കൊളാബറേഷൻ ഉണ്ട്. സ്കോഡയും VW ഗ്രൂപ്പും തമ്മിലുള്ള കൊളാബറേഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇതിലൂടെ കാര്യമായിട്ട് കമ്പനികൾ ഉദ്ദേശിക്കുന്നത്, ആർക്കാണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഈ കൊളാബറേഷൻ വരുന്നത്. ഒന്ന് റീബാഡ്ജിങ് ആണ്. അതായത് ഒരു വാഹന നിർമ്മാതാക്കൾ ഒരു വാഹനം നിർമ്മിക്കുന്നു, വിപണിയിലേക്ക് ഇറക്കുന്നു. ആ സെയിം വാഹനം തന്നെ മറ്റൊരു വാഹന നിർമ്മാതാവ് അല്ലെങ്കിൽ അവരുടെ അലയൻസിൽ വരുന്ന മറ്റൊരു നിർമ്മാതാവ് ഈ വാഹനത്തെ എടുക്കുകയും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തിയിട്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ, ജസ്റ്റ് ലൈക്ക് ബമ്പറിലൊരു ചേഞ്ച്, ബാക്കിലെ ബമ്പറിൻ്റെ താഴെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഏറ്റവും വലിയ ചേഞ്ച് നടക്കുന്നത് ലോഗോ മാറ്റുക എന്നുള്ളതാണ്. റീബാഡ്ജിങ്, ബാഡ്ജ് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ടൊയോട്ട ഫോർച്യൂണറിന് പകരം മാരുതി ഫോർച്യൂണർ എന്ന് കേട്ടാൽ ഇനി അത്ഭുതപ്പെടാനൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ റീബാഡ്ജ് ചെയ്യുന്ന 2 കമ്പനികൾ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയും ടൊയോട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൊയോട്ട കിർലോസ്കർ എന്ന് പറയുന്ന ജയൻസുമാണ്. നമ്മളിനി അടുത്ത ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നൺ സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് നമുക്ക് പറയാം. അതായത് അതിന് മുകളിലായിരിക്കും ഇലക്ട്രിക്കലായിട്ടുള്ള കോമ്പണൻസ് വരുന്നത്, ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചർ വരുന്നത്, അണ്ടർബോഡി വരുന്നത്. അത് മാത്രമല്ല സീറ്റിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്, എഞ്ചിനും ഗിയർ ബോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഷെയറിങ്ങും ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റീബാഡ്ജിങ് എന്ന് പറയുന്ന കാര്യവും പ്ലാറ്റ്ഫോം ഷെയറിങ് എന്ന് പറയുന്ന കാര്യവുമാണ്. അതിനേക്കാൾ ഉപരി എന്താണ് ബ്രാൻഡ്സിന് അല്ലെങ്കിൽ ഓരോരോ കമ്പനികൾക്ക് ഇതുകൊണ്ടുള്ള ഒരു മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാൻഡിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിനെയും എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ലൈഫ് സൈക്കിൾ, ഫോർ എക്സാമ്പിൾ ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. ആ ലൈഫ് സൈക്കിൾ തീരുന്ന സമയത്ത് ഈ വാഹനത്തെ എടുത്ത് മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിക്ക് കൊടുക്കുകയും അവരതിനെ വേറൊരു വാഹനമാക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മാരുതി സുസുക്കിയും അതുമാത്രമല്ല ടൊയോട്ട കിർലോസ്കറുമാണ്. ഈ ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം ശരിക്കും ടൊയോട്ടയുടെ വാഹനമല്ല. ഇത് ശരിക്കും മാരുതി സുസുക്കിയുടെ ബലീനോ എന്ന് പറയുന്ന വാഹനമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലരെങ്കിലും വിശ്വസിക്കുന്നത് ഇത് ടൊയോട്ടയുടെ എഞ്ചിൻ വെച്ചിട്ട് വരുന്ന വാഹനമാണ്. ഈ വാഹനം എന്ന് പറയുന്നത് ബലീനോ അല്ല. ബലീനോയുടെ ചില എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ടൊയോട്ടയുടെ വാഹനമാണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് സെയിം ബലീനോ തന്നെയാണ്. മാരുതി നിർമ്മിച്ച് കൊടുക്കുന്ന വാഹനം തന്നെയാണ്. കെ സീരീസ് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. അത് മാരുതിയുടെ കെ സീരീസ് K12 N എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ് ബലീനോയിൽ വരുന്നത്. ആ സെയിം വണ്ടി തന്നെയാണ് ഈ ഗ്ലാൻസ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമിയോൺ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിക എന്ന് പറയുന്ന വാഹനമാണ്. അതുമാത്രമല്ല അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് തന്നെയാണ്. ഗ്രില്ലിലെ ചെറിയ വ്യത്യാസവും എംബ്ലം എന്ന് പറയുന്നത് സ്റ്റീറിംഗിൽ എംബ്ലം മാറ്റുന്നു, ഫ്രണ്ടിലും ബാക്കിലും എംബ്ലം മാറ്റുന്നു. ഇത് മാത്രമാണ്. നിങ്ങളിപ്പോൾ റൂമിയോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ എല്ലാം ആ സച്ച്
എർട്ടിക തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ആകെ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനികൾക്ക് മാത്രമാണ് ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൊയോട്ട ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ലിവ എന്ന് പറയുന്ന വാഹനം, അങ്ങനെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം കാര്യമായിട്ടുള്ള രീതിയിൽ സക്സസ് നേടാത്ത ഒരു സന്ദർഭത്തിൽ വലിയ 2 വാഹനങ്ങളുമായിട്ട് ടൊയോട്ടയ്ക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മാരുതിയുടെ 2 വാഹനങ്ങളെടുത്ത് അല്ലെങ്കിൽ 2-3 വാഹനങ്ങളെടുത്ത് റീബാഡ്ജ് ചെയ്ത് വിറ്റു. അതിൽ നിന്നും മാരുതിക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൊയോട്ടയുടെ കയ്യിലുള്ള ഇനോവ ഹൈക്രോസിനെ മാരുതിക്ക് ലഭിക്കുകയും അത് റീബാഡ്ജ് ചെയ്തിട്ട് ഇനോവ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനത്തിന് പകരം ഇവിടെ അത് ഇൻവിക്ടോ എന്നുള്ളൊരു പേരിൽ മാരുതി വിറ്റഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രാൻഡിനാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഒരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടൊയോട്ടയുടെ നല്ല വൃത്തിയുള്ള പരിരക്ഷ ലഭിക്കും. 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റേഴ്സ് ഒക്കെ വാറണ്ടി ടൊയോട്ട കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം മാരുതി സുസുക്കി 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് സർവീസ് പരിരക്ഷ കൊടുക്കുന്നത്. ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്നത് പ്രീമിയമാണ്. അപ്പോൾ ഈ ഒരു വാഹനം ടൊയോട്ടയുടെ എംബ്ലം വെച്ച് വരുമ്പോഴത്തേക്കും അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇത് റീബാഡ്ജ്ഡ് വാഹനം ആണ് എന്നുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പി. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെനോയും നിസാനും തമ്മിലുള്ള ഒരു അലയൻസ് ആണ്. ഈ ഒരു അലയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെനോയുടെ പല കാറുകളും നിസാൻ്റെ കാറുകളുടെ റീബാഡ്ജ്ഡ് വേർഷനാണ്. ഫോർ എക്സാമ്പിൾ മൈക്ര എന്ന് പറയുന്ന വാഹനമാണ് റെനോ പൾസ് എന്നുള്ള രീതിക്ക് വന്നിട്ടുള്ളത്. നിസാൻ്റെ സണ്ണിയാണ് സ്കാല എന്നുള്ള പേരിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൈഗർ എന്ന് പറയുന്ന വാഹനം നിസാൻ്റെ മാഗ്നൈറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ റീബാഡ്ജ്ഡ് വേർഷൻ അങ്ങനെയുള്ള രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് പ്ലാറ്റ്ഫോം ഷെയറിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി, സ്പെസിഫിക്കലി ഇന്ത്യക്ക് വേണ്ടി അവർ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ബോഡിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇൻറ്റീരിയറൊക്കെ വരുമ്പോഴത്തേക്കും വാഹനം ഡിഫറൻ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈഗർ ആണെന്നുണ്ടെങ്കിലും മാഗ്നൈറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ 2 വാഹനവും ഡിഫറൻ്റ് ആണ്. അതുപോലെയാണ് റൂമിയോണും എർട്ടിഗയും. അങ്ങനെയല്ല. പക്ഷേ ഇക്കാര്യത്തിൽ കസ്റ്റമേഴ്സിന് വലിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോയ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ 2 വാഹനങ്ങളും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിസാൻ്റെ വാഹനമാണെന്നുണ്ടെങ്കിലും റെനോയുടെ വാഹനമാണെന്നുണ്ടെങ്കിലും കുറച്ച് എഞ്ചിനൊക്കെ അണ്ടർ പവർ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ പോലും 2 വാഹനങ്ങളും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാരുതി സുസുക്കിയും അതുപോലെ ടൊയോട്ട കിർലോസ്കറും തമ്മിലുള്ള അലയൻസിൽ യാതൊരുവിധ ബെനിഫിറ്റും കസ്റ്റമേഴ്സിനില്ല. ഈവൻ ദോ മാരുതിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അത് ഇൻവിക്ടോ എന്ന് പറയുന്ന വാഹനം അവർക്ക് ലഭിച്ചു. ടൊയോട്ടയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മോളർ സെഗ്മെൻറ്റിലേക്ക് കുറച്ച് വാഹനങ്ങൾ ലഭിച്ചു. പക്ഷേ അറിയേണ്ടവർക്കൊക്കെ ഈ കാര്യം അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഫോക്സ് വാഗണും സ്കോഡയും തമ്മിലുള്ള അലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി തന്നെ ഇവരുടെ വാഹനങ്ങൾ സെയിം പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PQ335 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഒരുപാട് യതി എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട്. ഒക്ടാവി എന്ന് പറയുന്ന വാഹനമുണ്ട്. അതുപോലെ തന്നെ ഓഡിയുടെ കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വാഹനങ്ങൾ ഇവർ തമ്മിൽ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സെയിം പ്ലാറ്റ്ഫോമാണ് എന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ബെനിഫിറ്റാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോഡയുടെ കുഷാക്ക് ഉണ്ട്. അത് മാത്രമല്ല വോക്സ് വാഗണിൻ്റെ ടൈഗൂൺ എന്ന് പറയുന്ന വാഹനമുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാറ്റ്ഫോം ഷെയറിങ്ങിൽ വരുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സൈക്കിൾ തീരുന്ന സമയത്ത് ആ വാഹനത്തെ മറ്റൊരു വാഹന നിർമ്മാതാക്കൾക്ക് കൊടുക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഫസ്റ്റ് ജനറേഷൻ നിസാൻ എക്സ്ട്രെയിലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രെയിലിൻ്റെ ലൈഫ് സൈക്കിൾ തീർന്നതിന് ശേഷം ഇതൊരു ചൈനീസ് കമ്പനി ആയിട്ടുള്ള ഡോങ്ഫോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇത് കൊടുക്കുകയും ഈ കമ്പനി നിസാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത നിസാൻ്റെ എക്സ്ട്രെയിൽ എന്ന് പറയുന്ന വാഹനത്തെ, ഫസ്റ്റ് ജനറേഷൻ പോലുള്ള വാഹനത്തെ ഡോങ്ഫെങ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിക്ക് കൊടുക്കുകയും അവർ ഡോങ്ഫെങ് MX6 എന്ന പേരിൽ ഈ ഒരു വാഹനത്തെ ഒരുപാട് കാലമായിട്ട് ചൈനീസ് മാർക്കറ്റിലൊക്കെ വിറ്റുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ലാവി ആണെന്നുണ്ടെങ്കിലും വേർട്ടസ് ആണെന്നുണ്ടെങ്കിലും സെയിം പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നമ്മൾ സൈഡിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് സെയിം വാഹനം തന്നെയാണ്. പക്ഷേ ഫ്രണ്ടിലെ സ്റ്റൈലിംഗ് ഒക്കെ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യുണ്ടായും കിയയും തമ്മിലുള്ള ഒരു അലയൻസ് ആണ്. കാരണം ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഷൻ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹ്യുണ്ടായുടെ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് കിയ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള വളർച്ച നേടിയത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യുണ്ടായുടെ ക്രെറ്റ എന്ന് പറയുന്ന വാഹനവും അതുമാത്രമല്ല കിയയുടെ സെൽട്ടോസ് എന്ന് പറയുന്ന വാഹനവും രണ്ടും K2 പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ 2 വാഹനവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്.
അതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ സ്റ്റൈലിംഗ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഹെഡ്ലൈറ്റ് പോലെയാണോ കിയ സെൽറ്റോസിൻ്റെ ഹെഡ്ലൈറ്റ്, ഇൻറ്റീരിയറിൻ്റെ പാറ്റേൺ അങ്ങനെയാണോ? അതുകൊണ്ട് തന്നെ രണ്ട് വാഹനവും രണ്ട് ടൈപ്പാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം പ്ലാറ്റ്ഫോമും എഞ്ചിനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കിയയുടെ കാരൻസ് എന്ന് പറയുന്ന വാഹനം, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായി K1 പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. ഈ K1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ i20യും വേർണയൊക്കെ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വെന്യൂ ഒക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് K1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് കൊണ്ടാണ് ഈ കാരൻസിന് കമ്പാരിറ്റീവ്ലി വില കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റീബാഡ്ജ്ഡ് വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീബാഡ്ജ്ഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബാഡ്ജിങ് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ഷെയറിങ് അത്തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ പോവുക. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോക്സ് വാഗണും സ്കോഡയും തമ്മിലുള്ളൊരു അലയൻസ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഹ്യുണ്ടായും കിയയും അവരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ പ്ലാറ്റ്ഫോം ഷെയറിങ് നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഹ്യുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇരട്ട സഹോദരനായിട്ടുള്ള കിയയുടെ മൈക്രോ SUV ഉടൻ തന്നെ വിപണിയിലേക്ക് എത്തും. അതിൻ്റെ ഒഫീഷ്യലി അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാത്തത്. തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് വളരെ ഹമ്പിളായിട്ട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റീബാഡ്ജ്ഡ് വാഹനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അത് മാത്രമല്ല, പ്ലാറ്റ്ഫോം ഷെയറിംഗ് ആണെങ്കിൽ പോലും അത് വർത്ത് ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അത്തരം വാഹനങ്ങളെ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ് കൊയ്യുന്ന കിയയും അത് മാത്രമല്ല ഹ്യുണ്ടായും പ്ലാറ്റ്ഫോം ഷെയറിങ്ങിലൂടെയാണ് അവരുടെ സക്സസ് കൊണ്ടുവന്നത്. സെയിം പ്ലാറ്റ്ഫോമാണ്, പക്ഷേ രണ്ട് വണ്ടികളുടെയും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഫോക്സ് വാഗണും അത് മാത്രമല്ല സ്കോഡയും നമ്മൾ നോക്കുകയാണെങ്കിലും അവരും സെയിം സ്ട്രാറ്റജി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിസാനും റെനോയും തമ്മിൽ ഇപ്പോഴും ഈ ഒരു രീതിയിലാണ് പോകുന്നത് കാര്യങ്ങൾ. പക്ഷേ അവരുടെ വാഹനങ്ങളുടെ സ്റ്റൈലിങ്ങിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും വാഹനങ്ങൾ കുറച്ച് അണ്ടർ പവർ ആയിട്ടും റിഫൈൻമെൻറ്റ് കുറവായിട്ടും തോന്നുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊരു കസ്റ്റമേഴ്സിനൊരു ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. സുസുക്കിയും ടൊയോട്ട കിർലോസ്കറും തമ്മിലുള്ള അലയൻസിൽ ഒരു ബെനിഫിറ്റും കസ്റ്റമേഴ്സിനില്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.